നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ചുമ്മാ എൻ്റെ ഫോണിൽ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഞാൻ ആ ഭയങ്കര സങ്കടകരമായ ഒരു വാർത്ത കാണുന്നത്. നമ്മളെ സ്വന്തം കേരളത്തിലെ കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി നിതിൻ രാജ് എന്ന പേരുള്ള തിരുവനന്തപുരത്തുകാരനായ ഒരു വിദ്യാർത്ഥിയെ കുറച്ച് അധ്യാപകർ ചേർന്നിട്ട് ജാതീയമായി അധിക്ഷേപിച്ചു. ആ വിഷമത്തിൽ മനംനൊന്ത് ആ ബാലൻ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാനുണ്ടായത്. ബുദ്ധർ എന്ന് പറയുന്ന മലയാളികൾ അല്ലെങ്കിൽ സാക്ഷരത കേരളത്തിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഈ 21-ാം നൂറ്റാണ്ടിലും ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ ഒരാൾ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് അത്ര ലജ്ജാവകമായ ഒരു കാര്യം തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എപ്പോഴാണ് നമുക്ക് ബോധോദയം ഉണ്ടാവുക എന്നുള്ളത്. തീർച്ചയായും ആ അധ്യാപകർക്കെതിരെ സസ്പെൻഷനല്ല ഡിസ്മിസലാണ് വേണ്ടത്. ഇനിയൊരു നിതിൻ രാജ് കേരളത്തിൽ ഉണ്ടാവരുത്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയും ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 2 ദിവസം നമുക്ക് ആ ഒരു വശം ഉണ്ടാവും. പക്ഷെ ആ ഒരു കുടുംബത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ വിദ്യാർത്ഥി അവർ വളർത്തിയെടുത്തത്. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ജാതി മതമൊക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു നടക്കുന്ന അതേ മനുഷ്യർ തന്നെയാണ് ജാതീയമായും മതപരമായൊക്കെ മനുഷ്യന്മാരെ വേർതിരിച്ച് കണ്ട് ഇന്ന് ഇതേപോലെ ക്രൂരമായ പ്രവർത്തികൾ ചെയ്തത്. തീർച്ചയായും ഇതൊരു കൊലക്കുറ്റം ചാർത്താവുന്ന ഒരു കേസ് തന്നെയാണ്, വെറുമൊരു അതിശയവുമല്ല. ഇതൊരു കൊലക്കുറ്റത്തിന് പ്രേരണയായ ഒരു അതിശയമാണ്. അപ്പോൾ തീർച്ചയായും അധ്യാപകർക്കെതിരെ പോലീസും കോടതിയൊക്കെ നിലപാടുകൾ സ്വീകരിച്ച് നല്ലൊരു തക്കതായ ശിക്ഷ കൊടുക്കണം തന്നെയാണ് എന്നെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ളത്.